കെ.ജെ. ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ യൂട്യൂബർ യാസർ എടപ്പാൾ അറസ്റ്റിൽ. ആലുവ റൂറൽ സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തായിരുന്ന യാസറിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എപ്പോഴാണ് ഈ അറസ്റ്റ് നടന്നത്? അവന്തിക, ഈ കെ.ജെ. ഷൈൻ ടീച്ചർ തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടി കെ.ജെ. ഷൈൻ ടീച്ചർ നേരത്തെ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ നേരത്തെ കെ.എം. ഷാജഹാൻ, ഒപ്പം പറവൂരിലെ കോൺഗ്രസ് നേതാവ് സി.കെ. ഗോപാലകൃഷ്ണൻ എന്നിവരെല്ലാം റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇതിലെ മൂന്നാം പ്രതിയായ യാസർ എടപ്പാൾ ഇയാൾ വിദേശത്തായിരുന്നതുകൊണ്ട് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് യാസർ എടപ്പാളിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. അപ്പോൾ ഈ കേസിലെ 3 പ്രതികളെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 2 പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. യാസർ എടപ്പാളിനും ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇയാൾക്ക് തൃശ്ശൂർ ജില്ലയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാസറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ്, ഈ യാസർ വിദേശത്തായിരുന്നല്ലേ? വിദേശത്ത് നിന്ന് എത്തിയ വഴിക്ക്, അതായത് യാസറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയിരുന്നു. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, യാസർ എടപ്പാൾ നേരത്തെ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്നുകൊണ്ടായിരുന്നു അപവാദ പ്രചരണം തുടർന്നിരുന്നത്. പക്ഷേ പോലീസിന് നേരിട്ട് അവിടെ എത്തി അറസ്റ്റ് ചെയ്യാൻ സാഹചര്യമുണ്ട്. മറ്റൊരു രാജ്യത്താണ്. അതുകൊണ്ടാണ് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന നടപടി എന്നുള്ള നിലയിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ലുക്കൌട്ട് നോട്ടീസിൽ പുറത്തിറക്കിയപ്പോൾ സ്വാഭാവികമായും അയാൾക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു. കേസുമായി ബന്ധപ്പെട്ട് അയാൾ നാട്ടിലേക്ക് എത്തിയ ഉടൻ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഈ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിലാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും വിശദമായി ചോദ്യം ചെയ്ത ശേഷം അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ കേസിലെ 1ഉം 2ഉം പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്ന യൂട്യൂബർ കെ.എം. ഷാജഹാൻ, പറവൂരിലെ കോൺഗ്രസ് നേതാവായ സി.കെ. ഗോപാലകൃഷ്ണൻ എന്നിവരാണ് 1ഉം 2ഉം പ്രതികൾ. ഇവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. നേരത്തെ 2 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. കെ.എം. ഷാജഹാനാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്നത്. ഒപ്പം പറവൂരിലെ കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി വളരെ അടുത്ത ബന്ധം തുടർന്ന് സി.കെ. ഗോപാലകൃഷ്ണൻ, ഈ 2 പേരും കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം തുടർന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇവരെയും 1ഉം 2ഉം പ്രതികളാക്കി പോലീസ് നേരത്തെ കേസെടുത്തത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത ശേഷം 2 പേരുടെയും അറസ്റ്റ് 2 ദിവസങ്ങളായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ കെ.എം. ഷാജഹാൻ ആദ്യഘട്ടത്തിൽ ഹാജരായിരുന്നു. അതിനുശേഷം ഷാജഹാനെ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി പിന്നീട് ജാമ്യം ലഭിച്ചത്. സി.കെ. ഗോപാലകൃഷ്ണൻ കുറെ നാൾ ഒളിവിലായിരുന്നു. അതിനുശേഷം ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സ്റ്റേഷനിലെത്തുകയും പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.